Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എയർ ഫ്രയറിൽ അവിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും നമുക്കും അതേ 4 മണി ചായക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഒരു 5 മിനിറ്റ് മതി എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അവിലുകൊണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു സിലിക്കൻ്റെ ട്രേയിലേക്ക് 1 കപ്പ് അളവിൽ വെളുത്ത അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിലെടുക്കുക കേട്ടോ. വെള്ള അവിലാണെങ്കിൽ കനം കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ടാണ് വെള്ള അവിലെടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് 1/4 കപ്പ് അളവിൽ കടല, നമ്മുടെ കപ്പലണ്ടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വറുത്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്തതാവുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ എയർ ഫ്രയറിലൊന്ന് വറുത്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടുകടലയും ഞാൻ 1/4 കപ്പ് അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഇല വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമുക്കിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഈ ഒരു ട്രേയുടെ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മിക്സായിട്ട് ഈ അവില് മിക്സായി കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം 1 മിനിറ്റോളം നമ്മളിതൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അവസാനം മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കളറൊക്കെ മാറി ഒരു മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു കളർ വരും കേട്ടോ. അത്രയും ടൈം നമ്മളിത് മിക്സ് ചെയ്യാനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് സെറ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി ഈ അവിലിൽ ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര അധികം സമയം വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയി കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ഒരു എണ്ണയുടെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇത് മിക്സായിട്ട് കിട്ടുന്നത് കേട്ടോ. അവിലിൽ ഇത് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമുക്ക് ഇതിനെ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എയർ ഫ്രയറിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു സിലിക്കൺ ട്രേ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നങ്ങ് ഒപ്പാക്കി കൊടുക്കുക, അതായത് പരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് എയർ ഫ്രയർ അടച്ചു കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഒരു 5 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 150 ഡിഗ്രിയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെള്ള അവിലായതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമുക്കിതാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, അത്യാവശ്യമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിനെ നന്നായിട്ട് തന്നെ താഴെയുള്ളതൊക്കെ ഒന്ന് മേലെ വരുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും എയർ ഫ്രയർ അടിച്ചിട്ട് ബാക്കിയുള്ള ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ബാക്കി 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ അവിലൊക്കെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മണമില്ലേ, അതൊക്കെ. അപ്പം വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 4 മണി ചായക്ക് കുട്ടികൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്കും ഒക്കെ അതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ, കാരണം കേടാവാതെ. ഇനിയിപ്പോൾ ഞാനിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് അടച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചധികമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ ചെറിയൊരു എരിവൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണ്. അവരെന്തായാലും ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത് കണ്ടോ, നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട്. അവിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടലയൊക്കെ നിങ്ങൾ പച്ചയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം കടല ഒന്ന് വറുത്തെടുക്കണം. അത് കടല എളുപ്പത്തിൽ തന്നെ നമുക്ക് എയർ ഫ്രയറിൽ വറുത്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാനിതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ കടലയുടെ. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സപ്പോർട്ട് ചെയ്യാനും. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.